ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ്റ്റ് കോപ്പൺ ഓൾവേസ് പോസിറ്റീവ്. ബായ്. ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ടെസ്റ്റ് സീരീസ്. അപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര നടക്കുകയാണ്. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. സെപ്റ്റംബർ 19 മുതൽ 23 വരെയാണ് ആദ്യ മത്സരം. രണ്ടാം മത്സരം എന്ന് പറയുന്നത് 2 ടെസ്റ്റുകളുടെ പരമ്പരയാണ് നടക്കുന്നത്. രണ്ടാം മത്സരം സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 1 വരെ കാൺപൂരിൽ നടക്കും. അങ്ങനെ 2 ടെസ്റ്റുകളുടെ പരമ്പരയാണ് ഈ ടെസ്റ്റ് മത്സരത്തിലുള്ളത്. ഇതുകൂടാതെ 3 2020 മത്സരങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ ടെസ്റ്റും 2020യുമായിട്ട് ഉള്ള 2 പരമ്പരകളാണ് ബംഗ്ലാദേശ് ഇന്ത്യയിൽ കളിക്കുന്നത്. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യക്കായിരുന്നു ബാറ്റിംഗ്. ടോസ് നേടിയ ബംഗ്ലാദേശ് ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യക്ക് ബാറ്റിംഗ്. ഇന്ത്യ ആദ്യ ദിനം 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 റൺസ് എടുത്തു. അശ്വിന് മനോഹരമായ സെഞ്ചുറി, 102 റൺസ് നോട്ട് ഔട്ട്. അതോടൊപ്പം രവീന്ദ്ര ജഡേജ 86 റൺസ് നോട്ട് ഔട്ട്. ആദ്യ ദിനമാണ്. ആദ്യ ദിനത്തെ സ്കോർ നോക്കുമ്പോൾ 144-6 എന്ന രീതിയിൽ തകർന്നടിഞ്ഞ ഇന്ത്യയെ ഇരുവരും ചേർന്നുള്ള 195 റൺസ് പാർട്ണർഷിപ്പിൽ കരകയറ്റുകയായിരുന്നു. അശ്വിൻ്റെ 6ാമത്തെ സെഞ്ചുറിയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. മനോഹരമായ സെഞ്ചുറി ആയിരുന്നു. അതോടൊപ്പം തൊട്ടു പിന്നാലെ രവീന്ദ്ര ജഡേജയുടെ മനോഹരമായ അടുത്ത സെഞ്ചുറിയും 86 റൺസ് നോട്ട് ഔട്ട്. അങ്ങനെ ബാറ്റ്സ്മാനും രണ്ടുപേരും കൂടി ചേർന്ന് ടീമിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. 339-6. രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. അതായത് ഇവർ തമ്മിലുള്ള ചരിത്രം നോക്കുമ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരകളുടെ ചരിത്രം നോക്കുമ്പോൾ ഇവർ തമ്മിൽ ആദ്യമായിട്ട് ടെസ്റ്റ് കളിക്കുന്നത് 2000-ലാണ്. 2000 നവംബറിലാണ് ആദ്യമായിട്ട് ഇരു ടീമുകളും ടെസ്റ്റ് കളിക്കുന്നത്. ആ പരമ്പരയിൽ അല്ലെങ്കിൽ ആ മത്സരത്തിൽ ആദ്യമായിട്ട് കളിച്ച മത്സരത്തിൽ ഇന്ത്യ 9 വിക്കറ്റിന് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയായിരുന്നു. ഇരു ടീമുകളും തമ്മിൽ ഇതുവരെ 13 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, 13 ടെസ്റ്റുകൾ കളിച്ചിട്ടുണ്ട്. 13 ടെസ്റ്റുകളിൽ 11 എണ്ണത്തിലും ഇന്ത്യക്കായിരുന്നു വിജയം. ഒരു മത്സരത്തിൽ പോലും ബംഗ്ലാദേശിന് വിജയിക്കാനായിട്ടില്ല. 2 മത്സരങ്ങൾ 13-ലെ 2 മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. 11 മത്സരങ്ങൾ ഇന്ത്യ വിജയിച്ചു. അങ്ങനെ ഇന്ത്യക്കാണ് മൊത്തത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിൽ മുൻതൂക്കം എന്ന് പറയുന്നത്. അങ്ങനെ 2 മത്സരങ്ങൾ തമ്മിലുള്ള പരമ്പരയിൽ ആദ്യ മത്സരം ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 19-23 സെപ്റ്റംബർ. രണ്ടാം മത്സരം 27 മുതൽ 1 വരെ കാൺപൂരിൽ നടക്കും. അതിനുശേഷം T20 മത്സരം 3 T20 മത്സരങ്ങളുടെ പരമ്പര അടുത്ത മാസം ഒക്ടോബറിന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ദിനങ്ങളാണെന്ന് പറഞ്ഞു. ഒത്തിരി നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ 2020 ലോകകപ്പും അതിനുശേഷം സിംബാബ്വെ പര്യടനത്തിനുമൊക്കെ ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഇന്ത്യൻ ടീം സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അടുത്തടുത്ത പരമ്പരകൾക്കായിട്ട്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 2023-2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം ICC ഉറ്റുനോക്കുന്ന ഒരു പരമ്പര കൂടിയാണ് ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പര എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.